ഫ്രണ്ട്സ്, വെൽക്കം ടു കണ്ണൂർ കിച്ചൺ. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്യാരറ്റ് പോളയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വന്നത്. ഇതിൽ കളറോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ക്യാരറ്റ് പോള തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് പിറകെ വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ഈ ക്യാരറ്റ് പോള തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. ഇത് 2 തവണ അരിച്ചു വെച്ചതാണ്. ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ 3 എഗ്ഗാണ് നമുക്ക് വേണ്ടത്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ആദ്യം ലോ സ്പീഡിലും പിന്നീട് ഹൈ സ്പീഡിൽ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ള് ഉപ്പും ആഡ് ചെയ്യാം. ഇതൊന്നുകൂടി നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ 1/4 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറേശ്ശെയായി ഇട്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമിയായി വരുന്നത് വരെ ഇത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പം മുഴുവനായിട്ടും ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് നല്ല കളറൊക്കെ ചേഞ്ചായിട്ട് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ടൈമിൽ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റിൽ താഴെ മാത്രമേ ഇത് ബീറ്റ് ചെയ്യാവൂ. അധികം ബീറ്റ് ചെയ്യുമ്പോൾ ഈ ബാറ്റർ ലൂസായി പോവും. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും മൈദ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് വേവിച്ചിട്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൽ കളറൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിവശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതൊട്ടും തന്നെ ഇത് കരിഞ്ഞിട്ടില്ല. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.